എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്കൂൾ പ്രവേശനോത്സവം അതാണ് കേട്ടോ ഇന്നത്തെ വിഷയം. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ജീവിതത്തിലെ ഏറ്റവും വികാരാധീനവും സുപ്രധാനവുമായ ഒരു വഴിത്തിരിവാണ്. ആദ്യമായി അക്ഷരമുറ്റത്തേക്ക് ചുവട് വയ്ക്കുന്ന കുരുന്നുകളുടെ മനസ്സിൽ ഭയവും ആകാംക്ഷയും നിറയുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ അഭിമാനവും നേരിയ ആശങ്കയും ഇടകലർന്ന വികാരങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രവേശനോത്സവ ദിവസം മാതാപിതാക്കളിലും കുട്ടികളിലും ഉണ്ടാകുന്ന പ്രധാന വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. മിക്കവർക്കും അറിയാവുന്നതാണ് അതെല്ലാം. കുട്ടികളുടെ വികാരങ്ങൾ: ആകാംക്ഷയും കൗതുകവും, പുതിയ വസ്ത്രങ്ങൾ, ബാഗ്, കുട, കളിക്കൂട്ടുകാർ, നിറപ്പ് കിട്ടാറുന്ന ക്ലാസ് മുറികൾ എന്നിവ കുട്ടികളിൽ വലിയ കൗതുകം ഉണർത്തുന്നു. മാത്രമല്ല അവരെ ആകർഷിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ആദ്യ ദിവസം കൊച്ചുകുട്ടികൾക്ക് വേണ്ടി മെനഞ്ഞിട്ടുണ്ടാകും. അപരിചിതത്വവും ഭയവും അതുവരെ ശീലിച്ച വീട്ടു പരിസരത്തു നിന്നും മാറി തികച്ചും അപരിചിതമായ അന്തരീക്ഷത്തിലേക്കും ആളുകളിലേക്കും എത്തുമ്പോൾ കുട്ടികളിൽ സ്വാഭാവികമായും ഒരു ഭയം ഉണ്ടാകും. കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും ഉണ്ടാകും. അവരിങ്ങനെ വളരെ ലാളിച്ച് കൊഞ്ചിച്ചൊക്കെ വളർത്തിയതല്ലേ. മാതാപിതാക്കളുടെ കൈവിട്ട് ക്ലാസ് മുറികളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വമില്ലായ്മ പല കുട്ടികളിലും കരച്ചിലേക്കും നയിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അപരിചിതരാണല്ലോ. സന്തോഷവും ആവേശവും. പ്രവേശനോത്സവത്തിലെ പാട്ടുകൾ, മിഠായി വിതരണം, ബലൂൺ, പിന്നെ പല പ്രത്യേക ആകർഷണീയമായ പല കാര്യങ്ങളും, അധ്യാപകരുടെ സ്നേഹത്തോടുള്ള സ്വീകരണം എന്നിവ കുട്ടികളെ വേഗത്തിൽ സന്തോഷഭരിതരാക്കുന്നു. മാതാപിതാക്കളുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അഭിമാന നിമിഷം. തങ്ങളുടെ കുഞ്ഞ് വളർന്ന് ഔദ്യോഗികമായി വിദ്യാഭ്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ചിന്ത മാതാപിതാക്കൾക്ക് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്നു. എങ്കിലും അവർക്കൊരാശങ്കയാണ്. ആശങ്കയും വേവലാതിയും ഉണ്ടാകും. മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നിന്നും മാറി നിൽക്കുന്ന കുട്ടിക്ക് അവിടെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമോ? ഭക്ഷണം കഴിക്കാൻ, അതുപോലെ ശൗചാലയം ഉപയോഗിക്കൽ എന്നിവ ആശങ്ക അവരെ അലട്ടാറുണ്ട്. വിഷാദവും ശൂന്യതയും, അതായത് സെപ്പറേഷൻ ആൻസൈറ്റി. കുഞ്ഞിനെ സ്കൂളിലാക്കി തിരികെ പോരുമ്പോൾ പല അമ്മമാരുടെയും കണ്ണുകൾ നിറയാറുണ്ട്. കുഞ്ഞ് തങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങുന്നു എന്ന യാഥാർത്ഥ്യം അവരിൽ നേരിയ സങ്കടം ഉണ്ടാക്കുന്നു. പ്രതീക്ഷകൾ: കുട്ടിയുടെ നല്ലൊരു ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഈ ദിവസം മാതാപിതാക്കളുടെ മനസ്സിൽ ജനിക്കുന്നു. ചുരുക്കത്തിൽ കണ്ണീരും പുഞ്ചിരിയും ആശങ്കയും പ്രതീക്ഷയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു അപൂർവ സുന്ദര നിമിഷമാണ് ഓരോ സ്കൂൾ പ്രവേശനോത്സവം. നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ ഇതുപോലത്തെ അനുഭവങ്ങൾ? മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും എല്ലാം ആകാംക്ഷയാണ്. എങ്ങനെ കുട്ടികൾക്ക് അവർക്കായിരിക്കും കൂടുതൽ ആകാംക്ഷ. അമ്മയും അച്ഛനും പിന്നെ ജോലിക്ക് പോകാനുള്ള തിരക്കും മറ്റുമായിട്ട് അവർക്കും ഉണ്ട് ആകാംക്ഷ. ഇതെല്ലാം നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്കും അനുഭവപ്പെടും. ഇനി അനുഭവപ്പെടാനിരിക്കുന്നു. ഈ കാണുന്ന കൊച്ചുകുട്ടികളും ഇനി വളർന്നു വലുതാകുമ്പോൾ അവർക്കും ഇതേ അനുഭവങ്ങളും ആശങ്കകളും എല്ലാം ഉണ്ടാകുന്നു. പിന്നെ കുറച്ച് വലുതായ കുട്ടികൾക്ക് പ്രവേശനോത്സവം ആ ബാൻഡ് അടിക്കാനും പാട്ടുപാടാനും ഉള്ള സന്തോഷമൊക്കെ ആയിരിക്കും. കുറച്ച് മുതിർന്ന കുട്ടികൾ കൊച്ചുകുട്ടികളെ കൊണ്ട് പൊട്ടൊക്കെ തൊട്ട് അവരെ സന്തോഷിപ്പിച്ച് അനുനയിപ്പിക്കും. അതെല്ലാമാണ്. എന്നാൽ ഇതിന് വിപരീതമായി ചില കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി മിങ്കിൾ ചെയ്യുന്നതും കാണാം. എന്ന് വെച്ചാൽ അവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ അവർക്ക് കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴുള്ള സന്തോഷം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അധ്യയന വർഷത്തെ ആ കാലഘട്ടം, ബാല്യകാലം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ആദ്യത്തെ ദിവസം ടീച്ചറെ കാണുന്നതും കുട്ടികളെ കാണുന്നതും. അതിനു മുമ്പ് തന്നെ അമ്മമാരൊക്കെ ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ടെങ്കിലും
പല എത്ര ക്ലാസ് എടുത്ത് വിട്ടാലും ഒരു ആങ്സൈറ്റി ഉണ്ടാകുമല്ലോ. അമ്മമാർക്കും ഉണ്ടാവും, കുട്ടി എങ്ങനെ അവിടെ ചെന്നിട്ട് മിങ്കിൾ ചെയ്യും എന്നല്ല. പക്ഷെ അതെല്ലാം മാറി വരും. അതെല്ലാം കുട്ടിക്കാലമാണല്ലോ ഏറ്റവും നല്ല കാലം. ധാരാളം ഫ്രണ്ട്സിനെ കിട്ടും, ടീച്ചറിനെ കിട്ടും, പുതിയ അറിവുകൾ കിട്ടും. ഇതിൽ നിന്നെല്ലാം നമ്മൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാലമാണ് കൊച്ചു ക്ലാസ്സുകളിൽ. കൊച്ചു ക്ലാസ്സും എല്ലാം ഒരുപോലെയാണ്. എല്ലാം സന്തോഷത്തിൻ്റെ നാളുകളാണ്. പിന്നെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴല്ലേ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കാനും മറ്റും നമുക്ക് അവസരമുണ്ടാകുന്നത്. അനുഭവിക്കാനും എല്ലാം അവസരങ്ങൾ ധാരാളം വരും. കുട്ടിക്കാലത്തും ചിലർക്കൊക്കെ ഉണ്ടാവും കേട്ടോ, കുറേ മാതാപിതാക്കളുടെ എല്ലാം പിന്നെ സാമ്പത്തികവും എല്ലാം കൊണ്ടും ഉണ്ടാവും. എന്നാലും അതൊന്നും അത്ര ആരും വലിയ കാര്യമാക്കാറില്ല. സന്തോഷമായിരിക്കും. കൂട്ടുകാരെ കിട്ടുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും എല്ലാ ദുഃഖങ്ങളും മറക്കാറുണ്ട്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണതെല്ലാം, അറിവിൻ്റെ നിമിഷങ്ങളാണ്. ഓരോ കുട്ടിക്കും പുതിയ അറിവുകൾ കിട്ടുന്നത് ഗുരുനാഥന്മാരിൽ നിന്നാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിൽ നിന്നും കിട്ടും. ചില അറിയാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ മുതിർന്നു വരുമ്പോഴേക്കും കൂട്ടുകാരും പറഞ്ഞു തരാറുണ്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ എല്ലാം. അപ്പോൾ അതിൽ നിന്നും നമുക്ക് പലതും മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് പ്രവേശനോത്സവം. പ്രവേശനോത്സവത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ആ കുട്ടികളെല്ലാം ഒരു 10 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് 10 വർഷം അല്ലെങ്കിൽ 20 വർഷം എല്ലാം കഴിഞ്ഞ് അവരൊരു ഔദ്യോഗിക ജീവിതത്തിലേക്കെല്ലാം പ്രവേശിച്ച് എല്ലാം കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം വേറെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. നിങ്ങളറിയുക. അത്ര വലിയ അട്രാക്ഷനുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്, എങ്കിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ ഇടുന്നു. എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചഗീതിയാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്ന വിചാരത്തോടെയാണ് കുപ്പുകയോടെ ലക്ഷ്മി ശിവ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.